ഹായ് നമസ്കാരം. ശിലാ സന്തോഷ്. ശരിക്കും ആൾക്കാർ ചോദിക്കാറുണ്ട് ശിലാ മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ശരിക്കും ഇവിടെ അറിവുകളെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1600 ഔഷധ ചെടി കാണാൻ പറ്റും. ഇവിടുത്തെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഫുള്ള് കാട് പോലാണ് എന്ന് പറഞ്ഞാൽ വീട് കാണാൻ പറ്റാത്ത പോലുള്ള കാട് പോലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല തണുപ്പുണ്ട് ഇവിടെ. തണുപ്പെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നല്ല ചൂടത്ത് വരുവാണെങ്കിൽ പോലും അടിപൊളി തണുപ്പാണ്. ഇങ്ങോട്ട് കയറി നോക്കിയേ, ഇവിടെ ഫുള്ള് എല്ലാ വള്ളിച്ചെടികളും. ഈ 1600 ഔഷധ ചെടി എന്ന് പറയുന്നത് നമുക്ക് നല്ല ഓക്സിജൻ കിട്ടും. അതുപോലെ മഴ മാറിയാൽ, ഇപ്പം മഴ കഴിഞ്ഞാൽ പോലും ഒരു 20 മിനിറ്റോളം മഴ പെയ്യും ഇവിടെ, കാരണം ഈ മരം പെയ്യും. അത്രയ്ക്ക് നല്ല രസമാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ ചെടികളെ തന്നെ പരിചയപ്പെടുത്താനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാൻ പറ്റും. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതിനൊരു ഫീസില്ല, ഒരു പൈസ ആരോടും വാങ്ങിക്കത്തില്ല. ഇത് കൂടാതെ 4000-ൽ കൂടുതൽ പുരാവസ്തുക്കളുണ്ട്, 2000-ഓളം പത്രങ്ങളുണ്ട്, അതും പഴയ പത്രങ്ങൾ, 1800 കാലഘട്ടം തൊട്ടിങ്ങോട്ടുള്ള പത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാമറ തന്നെ ഏകദേശം ഒരു 280-ൽ കൂടുതൽ ക്യാമറയുണ്ട്. ആദ്യകാലത്തൊക്കെ ഉപയോഗിച്ച പഴയ ടൈപ്പ് ക്യാമറകളെല്ലാം ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ശിലാ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത. അപ്പം ഇത് ഇവിടെ വന്ന് കാണുന്നവർക്ക്, ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരാം, കോളേജിൽ നിന്ന് വരാം, അതുപോലെ തന്നെ പിന്നെ ആയുർവേദ ഡോക്ടർമാർ, ആയുർവേദം പഠിക്കുന്നവർ, അല്ലാതെ വീട്ടുകാരാണെങ്കിലും ആർക്കും വന്ന് കാണാൻ പറ്റും. പഴയ ഓർമ്മകളാണ്. ശരിക്കും ഇവിടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ ഇത് കണ്ടോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. 2 വശമുണ്ട്, അപ്പുറം ഇപ്പുറം ഉണ്ട്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഏകദേശം കുറേ വിളക്കുകൾ തന്നെ ഉണ്ട്. 280-ഓളം പഴയ പല ടൈപ്പ് വിളക്കുകൾ, പഴയതും പുതിയതുമായിട്ടുള്ള രാവണ വിളക്ക്, അതുപോലെ ഒറ്റത്തിരിയിടാവുന്ന വിളക്ക്. കേരളത്തിലെ തനതായിട്ടുള്ള വിളക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിളക്ക്, അതിന് തിരി പ്രത്യേകമില്ല. ഇതാണ് അങ്ങനെയുള്ള വിളക്ക്. അങ്ങനെയുള്ള വിളക്കുകൾ തന്നെ കുറേ ഉണ്ട്. ഇത് കുത്തുവിളക്കെന്ന് പറയും, അതും റെയർ ആയിട്ടുള്ളതാണ്. ഇത് അതുപോലെ ഗൺമെറ്റിൽ ചെയ്ത ഒരു 16 കൈകളുള്ള ഗണപതിയാണ്. ഭയങ്കര വെയിറ്റ് ആണ് ഇതിന്. മണ്ണെണ്ണ ഫാനുണ്ട്. അതുപോലെ ക്യാമറ തന്നെ, ഇത് 1912-ൽ നിർമ്മിച്ച ക്യാമറയാണ്, കറക്കി ഉപയോഗിക്കുന്ന ക്യാമറ. അപ്പോൾ ഒരു 450-ഓളം അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തായിട്ട്. അത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പുരാവസ്തുമായിട്ട് ബന്ധപ്പെട്ടും ക്ലാസ്സുകളൊക്കെ ചെയ്യാൻ പോയൊക്കെയാണ് അങ്ങനെ ഈ അവാർഡുകൾ കിട്ടിയിരിക്കുന്നത്. ഗിന്നസ് ഉണ്ട്, ആ ഗിന്നസ് നമുക്കൊരു വാളിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോക റെക്കോർഡ് കിട്ടുന്നുണ്ട്, BBC അവാർഡുണ്ട്. അങ്ങനെ എല്ലാവിധ അവാർഡുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനെന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഓരോ റൂമിനും പ്രത്യേകതയുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ക്യാമറയുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ആർട്ട് വർക്കുകൾ, നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ശില്പങ്ങളും ആർട്ടുകളും ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്. റിസോർട്ടുകൾ, ഇപ്പോൾ ലാലേട്ടന് നമ്മൾ മരുന്ന് വീടൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. അങ്ങനെയുള്ള പല ടൈപ്പ് വീടുകൾ. ഇപ്പം കിണറുകൾ തന്നെ ഒരു 27ഓളം വെറൈറ്റി കിണറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പിക്ചറുകൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഒറ്റ കല്ലിൽ തീർത്ത നാദസ്വരമുണ്ട്. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ വിക്ടോറിയ രാജ്ഞിയുടെ തോൽ ചെയ്ത പിക്ചറുണ്ട്. പിന്നെ പിക്ചറുകളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്യാമറയുടെ വലിയൊരു കളക്ഷൻ ഉണ്ട്. അത് അപ്പുറത്തെ റൂമിലാണ് ക്യാമറയുടെ കളക്ഷൻ. ഇത് കണ്ടോ, ക്യാമറയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഏറ്റവും പഠിക്കാനായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ തൊട്ട്, അതുപോലെ തന്നെ ഇപ്പം അടുത്ത എന്ന് പറഞ്ഞാൽ 29-ാം തീയതി ക്യാമറയുടെ ദിനമാണ്. അപ്പം അന്ന് തന്നെ ഇവിടെ ഒത്തിരി ആൾക്കാർ ഇനി വരുന്നുണ്ട് ക്യാമറ കാണാനായിട്ട് തന്നെ. ഇത് ക്യാമറയാണ്. അപ്പം ഇത് ക്യാമറ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട് ക്യാമറ. ഇതേപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഏകദേശം ഒരു ഇത് പെപ്സി കുപ്പിയാണ്. ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ക്യാമറകൾ ആ പഴയ 1880 തൊട്ടുള്ള ക്യാമറകൾ നമ്മുടെ കയ്യിലുണ്ട്. കൂടാതെ നമ്മുടെ വീടിനകത്ത് വെള്ളച്ചാട്ടമുണ്ട്, ഗ്രാമഫോൺ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കോഴിമുട്ടയ്ക്ക് പൂട്ടും താക്കോലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഴിമുട്ടയ്ക്ക് പൂട്ടും താക്കോലും ചെയ്താ പൂട്ടും താക്കോല്. ശരിക്കും ഞാൻ ഈ ഓടിച്ചു പോകുന്നത് എന്താന്ന് ചോദിച്ചാല് ഇത് പറഞ്ഞു തീരത്തില്ല. അപ്പൊ നമുക്ക് മേളിട്ട് പോയാലോ? ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു മ്യൂസിയത്തിന്റെ വലിയൊരു പ്രത്യേകത ഞാൻ ആദ്യം തന്നെ 1600 ഔഷധ ചെടി. ഇതാണ് ബോധിയാല്. ബോധിയാലിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇതിനിവിടെ ഈ ആലിന് ഇവിടെ ലവ് പോലെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചുനിപ്പില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ബുദ്ധൻ ഇരുന്നെന്നൊക്കെ പറയപ്പെടുന്ന ആലാണ്. ഇത് ഭയങ്കര പ്രാണവായു തരുന്നൊരു വൃക്ഷമാണ്. അപ്പോൾ ഇതേപോലെ ആല് തന്നെ ഒരു 10-16ഓളം വെറൈറ്റി ഇവിടെ തന്നെ ഉണ്ട്, പല സ്ഥലത്തായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെടികളാണ് ഈ കാണുന്നത്. ശരിക്കും ഈ ഒരു വീട് പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളിത് ഒരുക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഇവർ തന്നെ കറക്റ്റ് ചെയ്ത്, നമ്മൾ നട്ടുകൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവർ കറക്റ്റ് ചെയ്താൽ ഈ പ്രകൃതിയുടെ ഇതായിട്ടുള്ള രീതിയിൽ തന്നെ അവർ പന്തലിപ്പിച്ച് റെഡിയാക്കി എടുത്താണ്. അപ്പം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ പോകുന്ന വഴി തന്നെ നോക്കണം. ഇപ്പോൾ മാറി ഈ പോകുന്ന വഴി തന്നെ കണ്ടോ, ഇത് ശരിക്കും നമുക്ക് വള്ളിയൊക്കെ അത്ര വള്ളിയായി ഇവിടെ അല്ല, വള്ളിയൊക്കെ മാറ്റി ഇങ്ങനെ കയറി വരണം. എങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ പോകുന്ന സംഭവം. ഇത് കണ്ടോ, ഒന്നിനും ഫീസില്ല. ഫോട്ടോഗ്രാഫി ആയാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒന്നിനും ഫീസില്ല, ഫ്രീ ആണ്. നമ്മൾ ഇനിയാണ് കാണാൻ പോകുന്നത്. ഇവിടെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് മണ്ണെണ്ണ ഫ്രിഡ്ജാണ്. മണ്ണെണ്ണ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ശരിക്കും
ഒരു കാലഘട്ടത്തിൽ കറണ്ടിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്രിഡ്ജാണ് മണ്ണെണ്ണ ഫ്രിഡ്ജ്. അതുപോലെ മണ്ണെണ്ണയുടെ തേപ്പൊട്ടി, ഇത് കണ്ടോ മണ്ണെണ്ണ തേപ്പൊട്ടി, അതുപോലെ മണ്ണെണ്ണ ഹീറ്റർ. പിന്നെ ഇത് ഒറ്റ നൂലിൽ നിൽക്കുന്ന ഒരു സാധനം, ഇത് കണ്ടോ, ഇതൊരു നൂലിലാണ് നിൽക്കുന്നത്. ഇതാണ് സെൻറ്റർ നൂല്. മൂന്ന് നൂലാണ് ഇതിനുള്ളത്. അതല്ലാതെ നിൽക്കുമ്പോൾ ഇങ്ങനെ വെക്കും. ഇത് നൂലിൽ തന്നെ നിൽക്കും. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഉപ്പ് വെള്ളം വരെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 280 പല വെറൈറ്റി ആയിട്ടുള്ള വിളക്കുണ്ട്. അതിനകത്ത് മറ്റേ 21 തിരിയാവുന്ന വിളക്ക്, ഓല എഴുതാനുള്ള വിളക്ക്, പാത്തി വിളക്ക്, ആൽ വിളക്ക്, കവര വിളക്ക്, താക്കോൽ വിളക്ക്, അങ്ങനെ പല ടൈപ്പ് വിളക്ക് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റും. അതുപോലെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പത്രങ്ങളായിട്ടും അതുപോലെ തന്നെ പുരാവസ്തുക്കൾ. ഇത് ഡൈനോമ, പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് അറിയത്തില്ല ഇതെന്താണെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ആര് കണ്ടുപിടിച്ചെന്നൊക്കെ കൃത്യമായിട്ടുണ്ട്. അങ്ങനെ ഒരു സൈക്കിൾ ഡൈനോമ അതാണ് സൈക്കിൾ ഡൈനോമ. ഇത് പഴയ കാലത്ത് ആധാർ കാർഡ് എന്ന് പറയുന്ന പണ്ട് ടോക്കൺ കോയിൻ. ഇത് നമ്മുടെ റേഡിയോയുടെ ലൈസൻസ്. ഇങ്ങനെ തൊട്ട് ഏകദേശം ഒരു 4000-ൽ കൂടുതൽ പുരാവസ്തുക്കളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ശരിക്കും PSCയുടെ 600 ചോദ്യത്തിലുണ്ട് ഇവിടെ. അപ്പോൾ വരുന്നവർക്ക് ഒരു നഷ്ടവുമില്ല. നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വന്ന് നിങ്ങളുടെ ഇഷ്ടം രാവിലെ വന്ന് നിങ്ങൾക്ക് വൈകിട്ട് തിരിച്ചു പോയാൽ മതി. ഒരു മാക്സിമം ഒരു 8 മണി 9 മണി ആകുമ്പോഴേ തുറക്കും. വൈകിട്ട് ഒരു 5:30 6 മണി ആകുമ്പോഴത്തേന് നമ്മൾ അടയ്ക്കുന്ന രീതിയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എത്ര സമയം നിങ്ങളുടെ ആൾക്കാർ ഇവിടെ കുട്ടികളൊക്കെ വന്ന് ആഹാരം കഴിച്ചിട്ട് ഇവിടെ ഒക്കെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് നമ്മുടെ വീട്ടിൽ വരുന്നത് എങ്ങനെയാണോ അതേപോലെ നിങ്ങൾക്ക് വരാൻ പറ്റും. ഫ്രീ ആണ്. പിന്നെ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ ഇവിടെ ഈടാക്കുന്നില്ല. അപ്പം ഇതെല്ലാം ആയുധങ്ങളാണ്. ആയുധങ്ങൾ തന്നെ കുറേ ഉണ്ട്. പല വെറൈറ്റി ആയിട്ടുള്ള ആയുധങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിങ്ങനെ കൊടുക്കാറുണ്ടോ വിൽക്കാറുണ്ടോ. അപ്പം അങ്ങനെ നമ്മൾ കച്ചവട കാര്യങ്ങളൊന്നുമില്ല. ഇത് മ്യൂസിയം അറിവുകൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സ്റ്റാമ്പുകൾ. ആദ്യത്തെ സ്റ്റാമ്പ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 100-ന്റെ നോട്ട്, ആദ്യത്തെ 50-ന്റെ നോട്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് മാർക്ക്, വാട്ടർ മാർക്കായിട്ടുള്ള നോട്ട്, ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ്, പെനി ബ്ലാക്ക് എന്ന് പറഞ്ഞ സ്റ്റാമ്പ്, ആദ്യത്തെ പാസ്പോർട്ട്, അങ്ങനെ ആയുധങ്ങൾ മുകളിലെല്ലാം. ഇത് തന്നെ പണ്ട് കാലത്ത് രാജാവ് റാണിയൊക്കെ നാട് കാണാൻ ഇറങ്ങുമ്പോൾ പല്ലക്കിലാണ് വരുന്നത്. അപ്പോൾ കൈയും കാലും തൊട്ട് വരുന്ന സമ്പ്രദായമുണ്ട്. അന്ന് അയിത്തം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഒരു സൈഡ് കൈയും ഒരു സൈഡ് കാലും, ഇത് രണ്ടും ഇങ്ങനെ അപ്പുറം ഇപ്പുറം തൊട്ട് കാണാനുള്ള സാധനമാണിത്. ഇത് വളരെ റെയറായിട്ടൊരു സാധനമാണ്. പക്ഷേ കേരളത്തിലും അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലുള്ള പല സ്ഥലത്തും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഇത് നമ്മുടെ സിനിമ പണ്ട് സ്കൂളുകളിലൊക്കെ കാണാൻ പറ്റുന്ന പ്രൊജക്ടറുകളാണ്. അതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഇത് റേഡിയോ, പ്രൊജക്ടർ, അങ്ങനെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും. ഇത് കണ്ടോ, ഇതെല്ലാം നോട്ടുകളും നാണയങ്ങളും. ഇതൊക്കെ നമുക്ക് പറയാൻ നിന്നാൽ 1ഉം 2ഉം 10ഉം വീഡിയോയിൽ തീരത്തില്ല, മണിക്കൂറുകൾ എടുക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇവിടെ എല്ലാം വിളക്കുകളെ വലിയൊരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ വിളക്കിൻ്റെ ഒരു വലിയ സംഭവം തന്നെ. ഇത് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ 10 ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട്. ശരിക്കും സിംബാബ്വെ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെയാണ്. വളരെ മൂല്യം കുറവാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കി ഈദി അമീൻ എന്ന് പറഞ്ഞ ആളുടെ നോട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് 1956-ലെ പിന്നെ നമ്മുടെ ഈ ക്വാറന്റൈൻ സർട്ടിഫിക്കറ്റ്, ഇപ്പം നമ്മൾ നമുക്കിപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്തിൽ നമ്മൾ അത് കണ്ടിട്ടുള്ളത്. അതിന് മുമ്പുണ്ടായിരുന്നു. അതുപോലെ ജിതേഷിയുടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് PSCയിൽ തന്നെ അദ്ദേഹത്തിന് ചോദ്യത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ട ബർത്ത്ഡേ നോട്ടാണ് അതിലിരിക്കുന്നത്. പിന്നെ ഫോണുകളുടെ വലിയൊരു കളക്ഷനുണ്ട്. ഫോൺ തന്നെ എന്തൊക്കെയായിരുന്നു, മൊബൈൽ ഫോണിൻ്റെ ആദ്യകാലം തൊട്ടുള്ള ഒരു കളക്ഷനുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ഒരു ചായക്കട 1983 ചായക്കട ഉദ്ഘാടനം ചെയ്ത നോട്ടീസിൻ്റെ ഇതുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന പാത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് കുറേ ഉണ്ട്. പിന്നെ ട്രൈബൽസിൻ്റെ ആയുധങ്ങൾ കുറേ ഉണ്ട്. എല്ലാം ട്രൈബൽസ് ആയുധങ്ങൾ കുറേ ഉണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ലൈറ്റിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഇങ്ങേ സൈഡിൽ വന്നാൽ ഇവിടെ പിക്ചറൊക്കെ നമ്മൾ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് മോഡൽ പിക്ചറും വരച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് ഗിന്നസ് കിട്ടിയത്. ഗിന്നസ് നേടിയ ലോകത്തിലെ ഏറ്റവും മൂർച്ചയുള്ള വാളാണ് ഇത്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഗിന്നസിന് വേണ്ടി ഒരു പരിപാടി ചെയ്തപ്പം നമുക്ക് അതിനൊരു ഗിന്നസ് കിട്ടിയതാണ്. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പത്രങ്ങളാണ്. 2000-ഓളം പത്രങ്ങൾ തന്നെ നമുക്കുണ്ട്. അത് ശരിക്കും പത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പൊടിയും തൊങ്ങലും ചേർത്ത് എഴുതും. പക്ഷെ പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് നടക്കുന്ന സാധനം പിറ്റേന്ന് തന്നെ വാർത്ത വരിക. അപ്പോൾ ഒരു 85-90% കറക്റ്റ് ആയിരിക്കും. ആ രീതിയിൽ തന്നെയുള്ളതാണ്. ഇപ്പം പെരുമൺ ദുരന്തം, നമ്മുടെ അടൂർഫാസി, നമ്മുടെ നാട്ടുകാരനായിട്ട് അടൂർഫാസി മരിച്ച വാർത്ത, ഗാന്ധിജി മരിച്ച വാർത്ത, അതുപോലെ തന്നെ ടൈറ്റാനിക് മുങ്ങിയ വാർത്ത, പ്രേംനസീർ മരിച്ച വാർത്ത, അതുപോലെ വീരപ്പനെ പിടിക്കാൻ വൻ സന്നാഹം, വീരപ്പൻ്റെ ആ ഒരു അന്നത്തെ ഒരു വാർത്ത, അതുപോലെ AKG അന്തരിച്ച വാർത്ത. നമ്മുടെ ശിലാമ്യൂസിന് തന്നെ ഒരുമാതിരി ഇപ്പോൾ എല്ലാ പത്രത്തിലും നമ്മുടെ പിന്നെ സൺഡേ സപ്ലിമെന്റ് വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാർത്ത. ഇത് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ച വാർത്ത, അതുപോലെ ഹിരോഷിമ ബോംബ് വീണ വാർത്ത, അങ്ങനെ മനുഷ്യൻ ചന്ദ്രന് കാല് കുത്തിയത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2000-ഓളം പത്രങ്ങൾ തന്നെ ഉണ്ട്. അത് തന്നെ നിങ്ങൾ ടൈം എടുത്ത് തന്നെ വായിച്ച് മനസ്സിലാക്കി പോകണം. അപ്പോൾ ഇവിടെ വരുന്നവർ ആദ്യം നോക്കേണ്ടത് നല്ല സമയം എടുത്ത് വരിക, നല്ലതായിട്ടിരുന്ന് നല്ല വൃത്തിയായിട്ട് കണ്ട് ബുക്കുണ്ടെങ്കിൽ എഴുതി കറക്റ്റായിട്ട് പോകാൻ പറ്റും. കാരണം ഈ അറിവിനെ നമ്മൾ ഓടിച്ചു വിടാൻ പാടില്ല. ഇത് ശരിക്കും നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലും
ഇനി പഠിക്കുന്ന കുട്ടികൾക്കും PSCക്കും ഒക്കെ ആയിട്ട് പല രീതിയിൽ നമുക്ക് കൗതുകത്തോടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതുപോലെ ടെലഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്തത്, ഇതുപോലെ ഡാഡി എന്നുള്ളൊരു സംഭവത്തിലാണ് റിസീവ് ചെയ്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഫോൺ എങ്ങനെയായിരുന്നു, അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു കൃത്യമായിട്ടുള്ള ആര് കണ്ടുപിടിച്ചു എങ്ങനെയൊക്കെയാണെന്നുള്ളതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് എഡിസൺ മരിച്ച വാർത്തയുണ്ട്. അതുപോലെ തന്നെ ഇത് ആദ്യകാലത്തെ കാറിന്റെ ലൈറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാറിന്റെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ലൈറ്റ്, ഇങ്ങനെ ഇത് മറ്റേ മുരശ് എന്ന് പറയും. നമുക്ക് പഴയ കൊട്ടാരങ്ങളിലൊക്കെ ഇങ്ങനെ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പത്രങ്ങളാണ്, മേളിൽ വെക്കാൻ സ്ഥലമില്ലാത്തത് ഇതുപോലെ പത്രം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, 1 2 ഒന്നുമല്ല, ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം പ്രധാന വാർത്തകളാണ്, ഓരോന്നും പ്രധാന വാർത്തകളാണ്. ഇത് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്, വായിക്കാൻ ഒരു കൗതുകമുണ്ട്. ഇത് ലാലേട്ടൻ്റെ ഒരു സംഭവമാണ്. ഇതിങ്ങനെ ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടറിൽ കൂടി ഇങ്ങനെ കാണാൻ പറ്റും, ലാലേട്ടനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുന്ന് ഇതിപ്പോൾ ഹൈറ്റ് കൂടിയ സ്ഥലം, ഹൈറ്റ് കുറഞ്ഞ സ്ഥലം, പക്ഷേ ഈ ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് മേപ്പോട്ട് പോകാൻ പറ്റും. ഇത് വിശദമായിട്ട് നിങ്ങളെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ വന്ന് കാണാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓടിച്ചു വിട്ട് കാണിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ഈ ഇത്രയും സ്ഥലങ്ങൾ മൊത്തം ആവാനായിട്ട് കറക്റ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് എങ്കിലും വരും. പക്ഷെ നമ്മുടെ വീടിന്റെ പരിമിതി അനുസരിച്ച് വീടിന്റെ ബെഡ്റൂമും അടുക്കള ഒഴിച്ച് ബാക്കി മൊത്തം മ്യൂസിയം, വീടിനകത്തായാലും മുകളിലായാലും ഈ വസ്തു ചുറ്റുമുള്ളതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയാണ്, ഈ പ്രകൃതിക്ക് വേണ്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിളികളുണ്ട്, രാവിലെ അമ്മയാണെങ്കിൽ കാക്കയ്ക്കും ഒക്കെയാണ് കൈ കൊണ്ടൊക്കെയാണ് ആഹാരം കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവിടെ വരുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ വന്നൊന്ന് കണ്ടു പഠിച്ചു പോയാൽ മരങ്ങളെ നശിപ്പിക്കത്തില്ല. മരത്തിന് എത്രമാത്രം ഗുണമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന കിളികളായാലും ഓരോ ജീവികൾക്കും എത്ര പ്രാധാന്യമുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പ്രസംഗത്തിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെയോ പറയുന്ന രീതിയല്ല. ഇവിടെ വന്നാലും നമുക്ക് ഈ പറഞ്ഞതിന്റെ കൂട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് നോക്കിയേ, അത് വൻ കാടാ കണ്ടോ. അപ്പൊ അങ്ങോട്ട് പോകാൻ തന്നെ ഇതാണ്. പക്ഷെ ഞങ്ങൾ അതിനിടയ്ക്കൂടെ ഒക്കെ പോവുകയും വരികയും അതിന്റെ ചെടികളെയൊക്കെ നോക്കി നമുക്കിവിടെ കുറെ പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ട്. ഇപ്പൊ തന്നെ ഏറ്റവും ഇതായിട്ടുള്ള നമ്മുടെ ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്, 41 ധാന്യങ്ങളെ, ഷുഗർ, കൊളസ്ട്രോൾ, PCOD ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കമ്പനിയുണ്ട്. നമുക്ക് പിന്നെ ഡ്രഗ് ലൈസൻസ് വരെയുള്ള കമ്പനിയാണ്. അപ്പൊ അത് നമുക്ക് മനുഷ്യൻ എങ്ങനെ ആഹാരത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തിനെ കറക്റ്റ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ, ഷുഗർ, PCOD, അതുപോലെ തന്നെ യൂറിക് ആസിഡ്, അങ്ങനെയൊക്കെയുള്ള സാധനത്തിന് ആഹാരത്തിലൂടെ കുറയ്ക്കാൻ വരുന്ന പ്രോഡക്റ്റ് ഒക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഹെയർ ഓയിൽ ഉണ്ട്, മൈഗ്രീൻ്റെ എണ്ണയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ചുമയുടെ കഫക്കെട്ടിനുള്ള പൊടിയുണ്ട്, പിന്നെ അശ്വഗന്ധ പൊടി, അങ്ങനെ കുറെ പ്രോഡക്റ്റും ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സാധനം കുറെ സ്ഥലങ്ങൾ നമുക്കുണ്ട്. അവിടെ എല്ലാം നമ്മൾ നെൽവിത്തുകളൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. 140ഓളം നെൽവിത്തുകളുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതെല്ലാം നേരിട്ട് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ചെടികളാണ്, ഈ വള്ളിപ്പടർപ്പും എല്ലാം. ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെരിക്കോസിന് നല്ലതാണ്. ഇതിന്റെ ഇല എടുത്തിട്ട് ഇടിച്ചു പിഴിഞ്ഞ് ചാറ് നമ്മുടെ ആ ഒരു കോട്ടൺ തുണി കെട്ടിയിട്ട് കാലിൽ കെട്ടിവെച്ചാൽ വെരിക്കോസിന് നല്ല വ്യത്യാസമുണ്ട്. ഇത് ഞാൻ ഒരു ശകലം പോലും കട്ട് ചെയ്ത് കളയാത്തെന്ന് പറഞ്ഞാൽ വൈദ്യന്മാരായാലും ഡോക്ടർമാരെല്ലാം ഇവിടെ വന്ന് ഇഷ്ടം പോലെ ഇല കൊണ്ടുവന്നു. ഒരു പൈസ മേടിക്കത്തില്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് ഇവിടുന്ന് ഇല പറിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പൊ ഇതേപോലുള്ള ഒത്തിരി ചെടിയുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന കുറേ ചെടികളൊക്കെ നമുക്ക് നേരിട്ട് കാണാനും നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് 1 2 ഇലയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകാനും പറ്റും. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചിലപ്പോൾ കാടുകളിൽ നടന്നാൽ കിട്ടാത്ത സാധനമാണ്. അപ്പൊ നമുക്കിവിടെ നട്ട് വളർത്തിയാൽ, എനിക്കെന്നല്ല, നിങ്ങൾ ആരായാലും ഇത് നട്ട് വളർത്തിയാൽ അടുത്ത ആൾക്കൊരു ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ വർക്കുകൾ, ഇതേപോലുള്ള വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മെയിനായിട്ട് നമ്മുടെ സാമ്പത്തികം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ചോദിക്കും, എങ്ങനെയാണ് ഈ സാമ്പത്തികം ഉണ്ടാകുന്നത്? സാമ്പത്തികം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കുണ്ട്, നമുക്ക് ആർട്ട് വർക്കാണ്. അതിനകത്തുള്ള ഫണ്ടാണ് നമ്മൾ ഈ ഒരു മ്യൂസിയത്തിന് വേണ്ടി കറക്റ്റ് ചെയ്യുന്നത്. 13.5 വർഷമായി നമ്മൾ ഈ മ്യൂസിയം തുടങ്ങിയിട്ട്. ഇന്ന് വരെ ഒരാളോടും പൈസ വാങ്ങിച്ചിട്ടില്ല. എല്ലാവരും സന്തോഷത്തോടാണ് പോയിട്ട്. വന്ന് കണ്ട ഒരാൾ ശരിക്കും നമ്മളെ കുറ്റം പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരാളോട്, നമ്മുടെ വീട്ടിലുള്ള ആരാണോ അവരോട് ഇടപെടുന്ന രീതിയിലാണ് നമ്മൾ ഇടപെടുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ മുന്നോട്ട് പോകേണ്ടത്. ഈ വീട് വന്ന് കണ്ടാൽ മനസ്സിലാവും നമുക്ക് പ്രകൃതി എന്താണെന്നും അല്ലെങ്കിൽ കാട് എന്താണെന്നും പുരാവസ്തുക്കൾ നമ്മളെ പഴമയെ മറക്കാതിരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഓരോ ചെടിയിലും എത്രമാത്രം ചിത്രശലഭങ്ങളും എത്രമാത്രം കിളികളും. ഇപ്പം ഒരു 15 ഇടത്തോളം കിളിക്കൂടുണ്ട് ഇവിടെ. അപ്പം ആ കിളിക്കൂടിൽ ഓരോരുവരും വന്ന് മുട്ടയിട്ട് വിരിഞ്ഞ് കറക്റ്റായിട്ട് പോകും. അപ്പോൾ അവർക്കൊരു ശല്യമില്ല, അവരുടെ ആവാസ വ്യവസ്ഥയെ നമ്മളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സന്തോഷമാണ്. പിന്നെ ഇവിടെ വരാനായിട്ടുള്ളവർ പത്തനംതിട്ട ജില്ലയിലെ അടൂര് ശിലാ മ്യൂസിയം എന്ന് പറയും. നമ്മുടെ അന്തിച്ചിറയ്ക്കും മാഞ്ഞാലിക്കും ഇടയ്ക്കാണ് ഈ സ്ഥലം. ശിലാ മ്യൂസിയം എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങ് വരാൻ പറ്റും. രാവിലെ ഒരു 8:30 തൊട്ട് വൈകിട്ട് ഒരു 6 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കണ്ട് വൃത്തിയായിട്ട് പോകാൻ പറ്റും. വീഡിയോ എടുക്കാം, അതുപോലെ ഫോട്ടോ എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട് പോലെ തന്നെ ഒന്നിനെ നശിപ്പിക്കാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും പോരുക, വളരെ സന്തോഷത്തോടെ തിരിച്ചു പോവുക.